ഇന്റഗ്രൽസിന്റെ രണ്ട് പ്രധാനപ്പെട്ട റിസൾട്ടുകൾ പറഞ്ഞുതരാം. ഇന്റഗ്രൽ സീക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് ആണ്. ഇന്റഗ്രൽ കൊസീക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കോട്ട് എക്സ് ആണ്. ഇനിയിപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് ഇന്റഗ്രൽ ടാൻ സ്ക്വയർ എക്സ് എന്ത് അല്ലെങ്കിൽ ഇന്റഗ്രൽ കോട്ട് സ്ക്വയർ എക്സ് എന്ത്, നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യാം? വെരി സിമ്പിൾ. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. സീക് സ്ക്വയർ എക്സും ടാൻ സ്ക്വയർ എക്സും കണക്ട് ചെയ്തിട്ടുള്ള ഒരു റിലേഷനാണിത്. സീക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ ടാൻ സ്ക്വയർ എക്സിനെ നമുക്ക് സീക് സ്ക്വയർ എക്സ് മൈനസ് 1 എഴുതി കൂടെ? അപ്പോൾ ടാൻ സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ ചോദിച്ചാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. നിങ്ങൾ ഈ ടാൻ സ്ക്വയർ എക്സിന് പകരം സീക് സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് എഴുതുക. അപ്പോൾ ടാൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ സീക് സ്ക്വയർ എക്സ് മൈനസ് 1 ഡി എക്സ്. അപ്പോൾ സീക് സ്ക്വയർ എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടുക നിങ്ങൾക്ക്? ടാൻ എക്സ്. നമുക്ക് ഓൾറെഡി റിസൾട്ട് അറിയാവുന്നതാണ്. 1ന് ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ് ആ കിട്ടുക. അപ്പോൾ ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ട് മൈനസ് എക്സ്, 1ന്റെ ഇന്റഗ്രൽ എക്സ് പ്ലസ് ലാസ്റ്റ് ഒരു സി കൂടി ഇട്ട് കൊടുത്താൽ മതി, ആൻസറായി. ഇതേപോലെ നിങ്ങൾ അടുത്ത് നോക്കിക്കോ. ഇവിടെ കോട്ട് സ്ക്വയർ എക്സ് ചോദിച്ചു. നമുക്ക് കൊസീക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ അറിയാം, മൈനസ് കോട്ട് എക്സ്. അപ്പോൾ കൊസീക് സ്ക്വയർ എക്സും കോട്ട് സ്ക്വയർ എക്സും കണക്ട് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻ കൊസീക് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. അപ്പോൾ കോട്ട് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ കൊസീക് സ്ക്വയർ എക്സ് മൈനസ് 1. അപ്പോൾ ഈ കോട്ട് സ്ക്വയർ എക്സിന് പകരം നമുക്ക് കൊസീക് സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് കൊടുക്കാം. അങ്ങനെയാണ് നിങ്ങൾ നോക്കടാ. കൊസീക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ മൈനസ് കോട്ട് എക്സ് മൈനസ് 1ന്റെ ഇന്റഗ്രൽ എക്സ്, ലാസ്റ്റ് ആര് കൂടി കൊടുത്താൽ മതി, സി. അപ്പോൾ രണ്ട് സ്റ്റാൻഡേർഡ് റിസൾട്ടും അത് വെച്ചിട്ട് ചെയ്യേണ്ട രണ്ട് ഇന്റഗ്രലും സിമ്പിൾ.